ഒരു കോപ്രായവും ഞങ്ങൾ കാണിച്ചിട്ടില്ല മിസ്റ്റർ സ്പീക്കർ. ഇന്നും സഭ എങ്ങനെ പ്രക്ഷുബ്ധമാവുകയാണ്. കഴിഞ്ഞ ദിവസം ഈ കോപ്രായം എന്ന വാക്ക് സഭയിൽ പറഞ്ഞത് സാക്ഷാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇങ്ങനെ ഒരുപാട് വാക്കുകൾ അദ്ദേഹം മലബാറിൽ നിന്നും കൊണ്ടുവരുന്നുണ്ട്. പ്രതിപക്ഷം സഭയിൽ എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കുകയാണ് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം. എന്നാൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കിട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ആരാണ് കൊണ്ടെത്തിച്ചത്? ആ ചോദ്യം ചോദിക്കുമ്പോൾ സോണിയാഗാന്ധിയെ പിടിച്ചിട്ട് വിഷയത്തെ വഴിതിരിച്ചു വിടാൻ നോക്കിയ ശിവൻകുട്ടിയെയാണ് സഭയിൽ കണ്ടത്. ഇതിനാരാണ് ഒത്താശ പാടിയത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേ ഉള്ളൂ, അത് മുഖ്യമന്ത്രി തന്നെയാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം സോണിയാഗാന്ധിയുടെ ചിത്രം ഉയർത്തിക്കാട്ടി പത്രസമ്മേളനം വിളിച്ചത്. എന്നാൽ ഈ വിഷയത്തെ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് സ്പീക്കർ പറയുന്നത് ജനാധിപത്യത്തിന് അനുയോജ്യമായ രീതിയിൽ പെരുമാറണം എന്ന്. ഇന്നലെ വാച്ചാൻ വാർഡിനെ വടികൊണ്ട് പ്രതിപക്ഷത്തെ MLA തല്ലി എന്നുമൊക്കെ ഈ പറഞ്ഞ സ്പീക്കർ ഇതൊക്കെ പറയുകയും ചെയ്തു. പക്ഷെ VD സതീശൻ ഒരിഞ്ച് വിട്ടുകൊടുത്തിട്ടില്ല. സഭയിലെ ആ രംഗങ്ങൾ നമുക്കൊന്ന് കാണാം. ചോദ്യോത്തരവേള ആരംഭിക്കുകയാണ്. ചോദ്യം നമ്പർ 120. സാർ, അങ്ങേക്കറിയാം ഞങ്ങൾ ശബരിമല വിഷയവുമായി സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സമരത്തിലാണ്. സാർ, ഞങ്ങൾ ആ സമരം തുടരുകയാണ്. ഇന്നലെ സഭയിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ വാസ്തവ വിരുദ്ധമായൊരു പ്രസ്താവന നടത്തി. ഞങ്ങൾ വാച്ചാൻ വാർഡിനെ വടികൊണ്ട് അടിച്ചു എന്നുള്ള തെറ്റായൊരു പ്രസ്താവന നടത്തി. അദ്ദേഹം അത് പിൻവലിക്കണം. 1. 2, ഇവിടെ കോപ്രായമാണ് നടത്തിയെന്ന് പറഞ്ഞു. സാർ, ഇവിടെ കോപ്രായം നടത്തിയത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. കോപ്രായം നടത്തിയ ആളുകളൊക്കെ അപ്പുറത്തിരിക്കുന്നുണ്ട്. ഞങ്ങൾ ആരും ഒരു കോപ്രായവും നടത്തിയിട്ടില്ല. നിയമസഭയിൽ പ്രതിഷേധിച്ചു. ബാനർ പിടിക്കുന്നത് ആദ്യമായിട്ടല്ല. അങ്ങ് തന്നെ പറഞ്ഞല്ലോ, ഒരു സ്പീക്കറുടെ ചേംബറിൽ പോയി ചർച്ച നടത്തേണ്ട അത്ര ഒരു ഇഷ്യൂ ഇവിടെ ഉണ്ടായിട്ടില്ല, ഒരു വിഷയം ഉണ്ടായിട്ടില്ല, അതിനത്ര പ്രാധാന്യമുള്ള ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് അങ്ങ് തന്നെ പറഞ്ഞു. കാരണം അത്രയും ഒരു വയലന്റ് ആയോ എന്തെങ്കിലും ഇവിടുത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലോ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു സമീപനം ഉണ്ടായില്ല. പ്രതിഷേധം ഉണ്ടായി. സഭാ നടപടികൾ സംഭിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഞങ്ങൾ നടത്തി. അത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ചെയ്തത്. സഭാ നടപടികളുമായി ഞങ്ങൾ സഹകരിക്കുന്നില്ല. അതിനൊരു തെറ്റായ പ്രചരണം നടത്തുന്നത്. പിന്നെ ചോദ്യോത്തരത്തിന്റെ പേരിൽ മൈക്ക് കിട്ടുമ്പോൾ മന്ത്രിമാർ സോണിയാഗാന്ധിയെയും പ്രിയങ്കാ ഗാന്ധിയെയും ആക്ഷേപിക്കുന്നത്. സാർ, അതെല്ലാം ഇവിടുത്തെ രേഖയിൽ കിടക്കുകയാണ്. നിയമസഭയിൽ സോണിയാഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും പ്രിയപ്പെട്ട നേതാക്കളാണ്. ഒരാൾ ഇവിടെ നിന്നുള്ള MP ആണ്, കേരളത്തിൽ നിന്നുള്ള. അവരെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള സംസാരം മന്ത്രിമാർ തന്നെ മൈക്ക് കിട്ടുമ്പോൾ നടത്തിയ. സാർ, ഈ പരിപാടിയായിട്ട് ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റില്ല. ഞങ്ങൾ പൂർണ്ണമായി അതുമായിട്ട് നിസ്സഹരിക്കും. അങ്ങ് ഒരിക്കൽ കൂടി ചെയർ റിക്വസ്റ്റ് ചെയ്യുന്നത് ഹൗസ് ഡിസ്ട്രപ്റ്റ് ചെയ്യരുത്. ഡിബേറ്റിന്റെ വേദിയാണ് ഹൗസ്, അതിനുള്ള വേദി ഒരുക്കണം എന്നാണ് ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഞാൻ അങ്ങ് പറഞ്ഞാൽ പേര് പറയാം. അത് പേര് പറഞ്ഞാൽ അംഗത്തിനൂടി മോശമാവുന്നുള്ളതുകൊണ്ടാണ് ചെയർ പരാമർശിക്കാത്തത്. ഇന്നലെ ആ ബാനർ കെട്ടിയ ആ കമ്പ് കൊണ്ട് തല്ലിയിട്ടുണ്ട്. ഞാൻ ആളെ പേര് പറയുന്നില്ല. ആള് പേര് പറഞ്ഞാൽ അത് ആ ബഹുമാനപ്പെട്ട അംഗത്തിന് ക്ഷീണമാവും. അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. എന്നെ കൊണ്ട് ഇനി പറഞ്ഞേ അടിയിക്കുന്നുള്ള വാശിയിട്ട് ഞാൻ പറയാൻ നിർബന്ധിതമാണ്. സാർ, അന്ന് വിലക്കിയിട്ടും അങ്ങ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടും വാച്ചാൻ വാർഡ് അത് ചെയ്തു. അങ്ങ് വിലക്കുന്നത് പരസ്യമാണ് ഇവിടെ. അങ്ങ് അവരെ വിലക്കി ചെയ്യരുതെന്ന് പറഞ്ഞു. ചെയർ പറയുന്നതനുസരിച്ച് പെരുമാറിയിട്ടുണ്ട്. അത് കൂടുതൽ ബഹുമാനപ്പെട്ട പല അംഗങ്ങളും അവരുടെ മേക്കിട്ട് കയറി സംഘർഷത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയാണ് വിഡ്രോ ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെ വിഡ്രോ ചെയ്യാൻ പറഞ്ഞത് അല്ലാതെ സംഘർഷം ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഒരിക്കലും അതിനർത്ഥം വാച്ചൻ വാർഡ് ഒരു പ്രകോപനം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി വാച്ചൻ വാർഡിനെ ഡെലിബറേറ്റ് ആയി പ്രവോക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ചെയർ ഇടപെട്ടിട്ടുണ്ട്. ബോധപൂർവ്വം ചെയറിനെ വാച്ചൻ വാർഡിനെ പ്രവോക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ചെയർ ഇടപെട്ടിട്ടുണ്ട്. യെസ്, ബഹുമാനപ്പെട്ട